നമ്മൾ നേരിട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇൻകം ടാക്സ് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പാൻ നമ്പറോ ആധാർ കാർഡോ ഒക്കെ കൊടുത്ത് ഈ ഇടപാട് നടത്തുന്ന മറ്റേ ആൾക്കാർ എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ കിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ഡിജിറ്റൽ ബാങ്കിങ്, ജിപേ അതുപോലെയുള്ള ഇടപാടുകളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളുടെ എമൗണ്ട്, ട്രാൻസാക്ഷൻ എമൗണ്ട് ഒരു സൈഡിൽ റിക്കോർഡിക്കലി എഫക്റ്റ് ആയി. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബാങ്കിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള വഴിയില്ല. ഇത് ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്നൊരു ഓഡി വേണം അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രെഡിറ്റ് വേണം, നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായിട്ട്